ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 68-ാമത്തെ ശ്ലോകം നോക്കാം. ചൗരസർവജനദ്വേഷീ പരവേശ്മ പ്രദീപക ലാളനായാർഭകാൻ ധൃത്വാ സദ്യഃ കൂപേന്യപാതയത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് ധുന്ധുകാരിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ളതായിരുന്നു, ഒരു വർണ്ണനയായിരുന്നു. അവിടുന്ന് തുടക്കം കുറിച്ചത്. ഇനി നമുക്കൊരു അടുത്ത 2 ശ്ലോകങ്ങളിലും കൂടി 70-ാമത്തെ ശ്ലോകം വരേക്കും ധുന്ധുകാരിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ചൗര സർവജനദ്വേഷി. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു സൂചന നമുക്ക് തന്നിട്ടു വ്യാസഭഗവാൻ. അതിൻ്റെ വിശദീകരണമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. ചൗര എന്ന് പറഞ്ഞാൽ ചോരനായിരുന്നു, മോഷണം ഒരു കലയാക്കി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയവനായിരുന്നു. അന്യരുടെ മുതൽ കക്കുന്നതിൽ വളരെ തൽപരനായിരുന്നു. അതുകൊണ്ട് തന്നെ സർവജനദ്വേഷി, സർവജനങ്ങളെയും എല്ലാ തലത്തിലുമുള്ള ജനങ്ങളെയും ദ്വേഷിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. പിന്നെയോ പരവേശ്മ പ്രദീപക, അന്യരുടെ വീടുകൾ പ്രദീപക, തീ വെച്ച് നശിപ്പിക്കുന്നതിൽ, അതായത് മറ്റുള്ളവരുടെ നാശത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന ഒരു വികലമായ മാനസികാവസ്ഥയ്ക്ക് ഉടമയായിരുന്നു ഈ ധുന്ധുകാരി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ, മറ്റുള്ളവർക്കൊക്കെ തന്നോട് അനിഷ്ടമാണെന്നറിയാം. സർവജനദ്വേഷി, മറ്റുള്ളവരുടെയൊക്കെ ദേഷ്യത്തിന് പാത്രീഭവിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ലീലകൾ, തൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ തുടർന്നുകൊണ്ടേ പോയി ആ ധുന്ധുകാരി. ലാളനായ അർഭകാൻ ധൃത്വാ സദ്യ കൂപേ ന്യപാതയത്. കഴിഞ്ഞില്ല ഇതുകൊണ്ടും ആ ദുർസ്വഭാവം. എന്താ? ലാളനായ അർഭകാൻ, ലാളിക്കുന്നതിനായിക്കൊണ്ട്, പരിലാളിക്കുന്നതിന്. നമ്മൾ കുട്ടികളെയൊക്കെ എടുത്തിങ്ങനെ ലാളിക്കില്ലേ, കൊഞ്ചിക്കില്ലേ, അതേപോലെ കുട്ടികളെയൊക്കെ അർഭകാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ചെറിയ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ കൊഞ്ചിപ്പിക്കുവാൻ, ഒന്ന് പരിലാളിക്കുവാൻ എന്ന വ്യാജേന ധൃത്വ എടുത്തിട്ട് എന്താ ചെയ്യുക? സദ്യ കൂപേന്യപാതയത്. സദ്യ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ അവരെ കളിപ്പിക്കുവാൻ എന്നോണം, കൊഞ്ചിക്കുവാൻ എന്നോണം എടുത്തുകൊണ്ട് വന്നിട്ട് സദ്യ ഉടനെ തന്നെ കൂപേ, കിണറ്റിൽ, ന്യപാതയത്, എടുത്തെറിയുമായിരുന്നു. നോക്കൂ, അപ്പോൾ ഒരു തരത്തിലും മാനുഷികമായ യാതൊരു വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ലാതിരുന്ന വികൃതമായ ഒരു മാനസികാവസ്ഥയായിരുന്നു ധുന്ധുകാരിയുടേത്. ഈ സ്വഭാവ വൈകൃതങ്ങൾ കൊണ്ട് തന്നെ സർവ്വജനങ്ങളുടെയും ദേഷ്യത്തിനും കോപത്തിനും അനിഷ്ടത്തിനുമൊക്കെ പാത്രീഭവിച്ചിട്ടും തൻ്റെ ഈ ഒരു വൈകൃതത്തിൽ നിന്നും പിന്മാറുവാൻ, അഥവാ അതിനെ ഒന്നും ലവലേശം പോലും വകവെക്കുവാൻ, ഇതൊന്നും തന്നെ ബാധിക്കുന്നതേയല്ല, താൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെ ലോകം ഭയപ്പെട്ട് താൻ എന്തൊക്കെയോ ആണെന്ന്, തന്നെ എന്തോ ഭയപ്പെടുന്ന, താൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് ലോകം ധരിക്കുമെന്ന മിഥ്യാധാരണയിൽ ജീവിച്ചിരുന്ന അബദ്ധ ജന്മമായിരുന്നു ധുന്ധുകാരിയുടേത്. ഇന്നും നമുക്കിതുപോലെയുള്ള ജന്മങ്ങളെയൊക്കെ ഈ കലികാലത്തിലും കാണാം. ധുന്ധുകാരി ഈ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥാപാത്രത്തെയും എടുത്താൽ ഇന്നും ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെയൊക്കെ ചുറ്റിനുമുണ്ട് എന്ന് നമുക്ക് കാണാം. അത് സദ്ഗുണങ്ങൾ നിറഞ്ഞതായിരുന്നാലും ദുർഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവയായാലും ഇന്നത്തെ കാലത്തിൽ നിന്നും ഒട്ടും ഭിന്നമായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ചുണ്ടാക്കിയതല്ല ശ്രീമദ് ഭാഗവതം എന്ന കഥ അഥവാ എന്ന പുരാണം. ഇത് വെറും ഒരു കഥയല്ല, നമ്മളെ കാണിച്ചു തരികയാണ്. ഓരോ ജന്മങ്ങളും തങ്ങളുടെ ജന്മനാ ഉള്ള വാസനകളിലൂടെ അവർ സഞ്ചരിക്കുന്ന വഴികൾ പോലും ഇതുപോലെയുള്ള തെറ്റുകൾ നിറഞ്ഞവയായിത്തീരുന്നു. അങ്ങനെ ആ തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഭാവി അല്ലെങ്കിൽ ജീവിതം എന്തായി മാറും? അവർ തെറ്റുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരറിയുന്നില്ല അവരുടേത് അബദ്ധ സഞ്ചാരമാണെന്ന്. പക്ഷേ അങ്ങനെ സഞ്ചരിച്ച് ഒടുവിൽ അവരെത്തിച്ചേരുന്നത്
എവിടെയാണ് എന്നുകൂടി നമുക്ക് കാണിച്ചു തരുന്നു. എന്തരുത് എന്താകാമെന്ന് പഠിപ്പിക്കുന്നതാണ് ശ്രീമദ് മഹാഭാഗവതം എന്ന ഈ പുരാണ ഗ്രന്ഥം. ഇവിടെ നമുക്കറിയാം 2 കുട്ടികളുണ്ടായി, ഗോകർണനും ധുന്ധുകാരിയും. ധുന്ധുകാരിയുടെ കഥയാണ് ആദ്യം നമ്മളെ പറയുന്നത്. എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ചൗര സർവജനദ്വേഷി പരവേശ്മ പ്രദീപക ലാളനായാർഭകാൻ ധൃത്വാ സദ്യ കൂപേന്യപാതയത്. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചൗര, അവിടെ ഒരു വിസർഗമുണ്ട്. അതേപോലെ പരവേശ്മ പ്രദീപക, അവിടെയും വിസർഗമുണ്ട്. പിന്നെ ലാളനായ ആർഭകാൻ, അവിടെ യായുടെ ആകാരം നീട്ടിയെടുക്കുക. സദ്യ, അവിടെ ഒരു വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 69ാമത്തെ ശ്ലോകമാണ്. ഹിംസക ശസ്ത്രധാരീ ച ദീനാന്ധാനാം പ്രപീഡക ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത. ഇനിയും തുടരുകയാണ് ആ ധുന്ധുകാരിയുടെ സ്വഭാവ വൈകൃതങ്ങൾ. ഹിംസക, ഹിംസിക്കുന്നവനായിരുന്നു. മറ്റു പ്രാണികളെയൊക്കെ ഹിംസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക. അതേപോലെ ശസ്ത്രധാരി, എപ്പോഴും ആയുധമെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നവനായിരുന്നു. കാരണം തൻ്റെ ലക്ഷ്യം തൻ്റെ ചുറ്റിനുമുള്ളവരെ തൻ്റെ കൺമുൻപിൽ കാണുന്നതിനെയൊക്കെയും ഹിംസിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ അതിലാണ് താൻ തൻ്റെ സുഖവും സന്തോഷവും കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ഹിംസിക്കുന്നതിന് ആയുധവും കൂടി ഉണ്ടെങ്കിൽ, തനിക്ക് അല്ലാതെ ഹിംസിക്കുന്നതിൽ പോരായ്മ വന്നാൽ പൂർണ്ണമായും മറ്റുള്ളവരെ ഹിംസിക്കുന്നതിന് വേണ്ടി ആയുധവും കൂടി സദാ കയ്യിലേന്തി നടന്നിരുന്നു. പിന്നെയോ ദീനാന്ധാനാം പ്രപീഡക, ദീനാന്ധാനാം, ദീനന്മാര് എന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ദീനതകളുണ്ട്. ദാരിദ്ര്യം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ടാകാം, രോഗങ്ങൾ കൊണ്ട്, ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ഇങ്ങനെ പലതരത്തിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ദീനന്മാരായിട്ടുള്ളവരെ, ദുഃഖിതന്മാരായിട്ടുള്ളവരെയൊക്കെ പ്രപീഡക. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, ദീന അന്ധാനാം, കാഴ്ചശക്തി ഇല്ലാത്തവർ, ദീനന്മാരും അന്ധന്മാരുമായിട്ടുള്ളവരെയൊക്കെയും പ്രപീഡക, ഉപദ്രവിക്കുന്നതിലായിരുന്നു. ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ ധുന്ധുകാരിയുടെ ജോലി എന്ന് പറയുന്നത് തന്നെ. മറ്റുള്ളവരെയൊക്കെ, തന്നാൽ വധിക്കാൻ കഴിയുന്നവരെയൊക്കെ വധിക്കുക. ആ മരണസമയത്തെ അവരുടെ നിലവിളി അവൻ്റെ കാതുകളിൽ വല്ലാതെ ആനന്ദം ജനിപ്പിച്ചിരുന്നു. ദീനന്മാരായിട്ടുള്ളവർ, ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ട് പലതരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെയൊക്കെ ദ്രോഹിക്കുക, അന്ധന്മാരായിട്ടുള്ളവരെയൊക്കെ പരമാവധി വഴിതെറ്റിച്ച് ദ്രോഹിക്കുക. ഇതിലൊക്കെ വല്ലാത്തൊരു ക്രൂരമായ ആനന്ദം, ഒരു വിനോദം, അതുതന്നെയായിരുന്നു ഒരു വിനോദം ഈ ധുന്ധുകാരിയുടേത്. പിന്നെയോ ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത, ചണ്ഡാളാഭിരതോ നിത്യം, നിത്യവും എപ്പോഴും ചണ്ഡാളാഭിരതോ, ചണ്ഡാളന്മാരോട് കൂടിച്ചേർന്നുകൊണ്ട്. ഇവിടെ ചണ്ഡാളന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് പൊതുവെ മറ്റു പ്രാണികളെ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി അവരെ ഉപദ്രവിച്ച് തൻ്റെ കാര്യം കാണുന്നതിൽ തൽപരന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയാണ് ചണ്ഡാളന്മാരെന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചണ്ഡാളാഭിരതോ, ചണ്ഡാളന്മാരോട് കൂടിച്ചേർന്നായിരുന്നു സദാസമയവും സഞ്ചരിച്ചിരുന്ന. കാരണം എപ്പോഴും നമ്മൾ ഏതൊരു കൂട്ടുകെട്ടിലാണോ ചെന്ന് പെടുന്നത് അത് നമ്മുടെ വാസനകൾക്കനുസരിച്ചുള്ളവയായിരിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയാറുണ്ട്, കൂട്ടുകാരാരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. കാരണം നമ്മളെപ്പോഴും
നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ അഭിരുചി എന്താണോ, നമ്മുടെ വാസനകൾക്കനുസരിച്ചാണ് നമ്മളുടെ ഏത് സംഘത്തിൽ നമ്മൾ എത്തിപ്പെടണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സംഘത്തോട് ചേർന്ന് പോകണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ വാസനകൾക്കനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ദുഷ്ടബുദ്ധി ആണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്രൂരവാസനയാണെങ്കിൽ, എപ്പോഴും അതുപോലെ ദുഷ്ടബുദ്ധിയും ക്രൂരവാസനകളും ഉള്ളവരോട് ചേർന്ന് പോകുന്നതിലായിരിക്കും നമുക്ക് താല്പര്യം. മറിച്ച് സൽക്കർമ്മങ്ങളിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെപ്പോഴും സൽക്കർമ്മത്തിൽ നിരതരായിട്ടുള്ളവരോട് ചേർന്ന് പോകുവാൻ അവരിലൊരു വ്യഗ്രതയുണ്ടാകും. ഈശ്വരീയമായ കഥകൾ കേൾക്കുന്നതിൽ, കാര്യങ്ങൾ ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് മാത്രം കാതുകൾ എത്താൻ താല്പര്യപ്പെടുന്നവർ അവരെപ്പോഴും അത്തരത്തിലുള്ള സജ്ജനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇനിയും സാഹചര്യങ്ങൾ അവരെ അവിടെ കൊണ്ടെത്തിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് സദാ അത്തരത്തിലുള്ള സജ്ജനങ്ങളുടെ സാമീപ്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരിലൂടെ ആ ഈശ്വരനെ അറിയുവാൻ, ആ ഭഗവാന്റെ അനുഗ്രഹം നേടുവാൻ സദാ ജാഗരൂകരായിരിക്കും. അവർക്ക് തൻ്റെ ചുറ്റിനുമുള്ളത് ഒരു പക്ഷേ ഇതുപോലെയുള്ള ക്രൂരജന്മങ്ങളാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അവരുടെ ഇത്തരം കുൽസിത പ്രവർത്തികളോട് ചേർന്ന് പോകുവാൻ സജ്ജനങ്ങൾക്ക് കഴിയുകയില്ല. ഇവിടെ മറിച്ച് ഇത്തരത്തിലുള്ള ദുഷ്ടജന്മങ്ങൾക്ക് തങ്ങൾ എന്ത് ചെയ്താലും തൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെ തങ്ങളെ സഹിക്കുവാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിച്ചാലും അവരെ ഏത് തരത്തിൽ തങ്ങളുടെ പ്രവൃത്തികൾ വേദനിപ്പിച്ചാലും അതൊന്നും തങ്ങൾക്ക് വിഷയമല്ല എന്ന് കരുതി തങ്ങൾ സ്വയം തങ്ങളല്ലാത്തത് എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് വശായി നടക്കുന്ന പാഴ്ജന്മങ്ങളായിരിക്കും ഇതുപോലെയുള്ള ദുഷ്ടബുദ്ധികൾ. മറിച്ച് സജ്ജനങ്ങളാകട്ടെ തങ്ങളുടെ ഒരു വാക്കോ പെരുമാറ്റമോ ഒരിക്കലും തൻ്റെ ചുറ്റിനുമുള്ളവർക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഒരു വിഷമമുണ്ടാക്കരുത്. തങ്ങൾ ഒരിക്കലും അവരുടെ മനസ്സിൽ ഒരു വാക്കുകൊണ്ട് പോലും ഒരു പോറലേൽപ്പിക്കുവാൻ ഇടയാകരുത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും സജ്ജനങ്ങൾ. ഇവിടെ ധുന്ധുകാരി എത്തിപ്പെട്ടതും കൂടെ ചേർന്നു പോയതും ചണ്ടാളന്മാരോട് കൂടിയാണ്. അവരാകട്ടെ നിത്യം പാശഹസ്തശ്ച, അവർ കയ്യിൽ എപ്പോഴും എന്താ, പാശഹസ്തശ്ച, കയ്യിൽ കയറും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവിടെ തന്നെ ആ ഒരു നശീകരണത്തിൻ്റെ, ശിഥിലീകരണത്തിൻ്റെ, ഇല്ലാതെയാക്കുന്നതിനുള്ള ഒരു വ്യഗ്രതയാണ് പാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ തൻ്റെ ചുറ്റിനുമുള്ള തനിക്ക് അപ്രിയങ്ങളായിട്ടുള്ളവയൊക്കെ, അത് ജനങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ, അവയൊക്കെ നിശേഷം ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണമുള്ള ആയുധങ്ങളുമേന്തി, അത് നാവാകാം, ചിന്തയാകാം, കർമ്മമാകാം, അവയൊക്കെ ഏന്തിക്കൊണ്ട് സദാ ചണ്ടാളന്മാരോടുകൂടി സഞ്ചരിക്കുകയായിരുന്നു ആ ധുന്ധുകാരി. അപ്പോൾ കയ്യിൽ സദാ ശസ്ത്രമുണ്ടാവും, ആയുധവും എടുത്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. ചണ്ടാളന്മാരോടുകൂടി സദാ കയ്യിലൊരു കയറും പിടിച്ചുകൊണ്ടാണ് നടപ്പ്. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിലായിരുന്നു ഏറ്റവും ക്രൂരമായ ഒരു ആനന്ദം കണ്ടെത്തിയിരുന്നത്. അതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിനോദങ്ങൾ ധുന്ധുകാരിയുടേത്. ദീനന്മാരെയും അന്ധന്മാരെയും ഒക്കെ എത്ര കണ്ട് ദ്രോഹിക്കാമോ അത്ര കണ്ട് ദ്രോഹിക്കുമ്പോൾ തൻ്റെ ജന്മത്തിൻ്റെ ലക്ഷ്യം അതാണ് എന്ന് ധരിച്ചു നടക്കും പോലെ, ജന്മസാഫല്യം നേടിയതുപോലെ ഒരു അന്ധകാരമായ ചിന്താഗതിയിൽപ്പെട്ട് നടക്കുകയായിരുന്നു ധുന്ധുകാരി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
ഹിംസകഃ ശസ്ത്രധാരീ ച ദീനാന്ധാനാം പ്രപീഡകഃ ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹിംസകഃ, അവിടെയൊരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ പ്രപീഡകഃ, സംഗതഃ, അവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത്. ഇനി അടുത്തത് 70-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിലും ധുന്ധുകാരിയുടെ ആ ഒരു ദുർനടപ്പാണ് വർണ്ണിക്കുന്നത്. തേന വേശ്യാപ്രസംഗേന പൈത്ര്യം വിത്തം തു നാശിതം ഏകദാ പിതരൗ താഡ്യ പാത്രാണി സ്വയമാഹരത്. അപ്പോൾ കുറേയേറെ ആ ഒരു ദുർസ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും ബാക്കി തുടരുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിലെ ഒരു പാഠഭേദമുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. നമ്മൾ ഹിംസക ശസ്ത്രധാരീച ദീനാന്ധാനാം പ്രപീഡകഃ ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗതഃ. അവിടെ പാശഹസ്ത ശ്വസംഗത എന്നും പാഠഭേദം കാണാം ചില ഗ്രന്ഥങ്ങളിൽ. രണ്ടും ശരി തന്നെയാണ്. ഇവിടെ ശ്വസംഗത എന്ന് പറഞ്ഞാൽ ശ്വാവിൻ്റെ സംഘത്തോടു കൂടിയവൻ, അഥവാ നായ്ക്കളോട് കൂട്ടുകൂടിയവൻ. ഇവിടെ നായ എന്നുദ്ദേശിച്ചത് ആ ഒരു മൃഗത്തെ ഉദ്ദേശിച്ചല്ല. അത്രമാത്രം നമ്മൾ സാധാരണ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പോലും അത്രമാത്രം നികൃഷ്ടരായിട്ടുള്ളവരെ കുറിച്ച് പറയുമ്പോഴാണ് സാധാരണ അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് തന്നെയല്ല. അപ്പോൾ അത്രമാത്രം നികൃഷ്ടരായിട്ടുള്ളവരോട് കൂട്ടുകൂടിയിട്ടായിരുന്നു നടന്നിരുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി 70-ാമത്തെ ശ്ലോകം നോക്കാം. തേന വേശ്യാ കുസംഗേന, ഇവിടെയും പാഠഭേദം കാണാം. കുസംഗേന എന്നും പ്രസംഗേന എന്നും രണ്ട് തരത്തിൽ കാണാം. രണ്ടും ശരി തന്നെയാണ്. തേന വേശ്യാപ്രസംഗേന കുസംഗേന, വേശ്യാ സ്ത്രീകളോട് കൂടിയുള്ള കുസംഗേന, മോശമായിട്ടുള്ള സംസർഗം കൊണ്ട്, പൈത്ര്യം പിതാവിൻ്റേതായിട്ടുള്ള, വിത്തം തു നാശിതം, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, ആ പിതാവ് സമ്പാദിച്ചു വെച്ചിരുന്നതായിട്ടുള്ള ആത്മദേവനെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. നല്ല ധാരാളം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, ധാരാളം ദാനം ചെയ്യുകയും ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ടും അവശേഷിച്ചിരുന്നു ധാരാളം സമ്പത്ത്. ആ സമ്പത്തെല്ലാം തന്നെയും ഈ വേശ്യാസ്ത്രീകളുമായിട്ടുള്ള ദുഷ്ടസംസർഗം കൊണ്ട് നാശിതം, നഷ്ടപ്പെടുത്തി, നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടോ ഏകദാ പിതരൗ താഡ്യ, കഴിഞ്ഞില്ല, ഇങ്ങനെ സമ്പത്തുകളൊക്കെ നശിപ്പിച്ചു എന്ന് തന്നെയല്ല, ഏകദ, ഒരിക്കൽ, പിതരൗ, ഇവിടെ പിതരൗ എന്നുദ്ദേശിച്ചിരിക്കുന്നത് മാതാപിതാക്കന്മാരെ രണ്ടുപേരെയും ചേർത്തിട്ടാണ്. ആ മാതാപിതാക്കന്മാരെ താടിപ്പിച്ചിട്ട്, ദ്രോഹിച്ചിട്ട്, അവരെ ഉപദ്രവിച്ചിട്ട്, പാത്രാണി സ്വയമാഹരത്, പാത്രങ്ങളെ, ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ നശിപ്പിച്ചു, സമ്പത്തുകൾ മുഴുവൻ നശിപ്പിച്ചു. ഇനിയുള്ളത് അവർ താമസിക്കുന്ന ആ വീട്ടിലെ കുറച്ച് പാത്രങ്ങൾ മാത്രമാണ്. ആ പാത്രങ്ങളും അവരെ രണ്ടുപേരെയും നന്നായി ദ്രോഹിച്ചിട്ട്, ദേഹോപദ്രവം ചെയ്തിട്ട്, ആ പാത്രങ്ങളെയൊക്കെ സ്വയമാഹരത്, പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി അവിടെ നിന്നും. എന്തിന്? ഈ വേശ്യാസ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കൂ, എത്രമാത്രം ദുഷിച്ച ഒരു സ്വഭാവത്തിനുടമയായിരുന്നു ആ ധുന്ധുകാരി എന്ന്. ഇനി ഇതിൽ പരം അധപ്പതിക്കാനില്ലാത്ത വിധത്തിൽ നമുക്കൊന്നും സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല, അല്ലേ? നമ്മുടെയൊക്കെ സമീപത്തെ ഗ്രഹത്തിൽ കഴിയുന്ന ഇതുപോലെയുള്ള ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കുവാൻ അല്ലെങ്കിൽ പരിലാളിക്കുവാൻ എന്ന വ്യാജേന കൊണ്ടുപോയി കിണറ്റിലിടുക, ദീനന്മാരെയും അന്ധന്മാരെയൊക്കെ ദ്രോഹിക്കുക തുടങ്ങി എല്ലാ ദുർസ്വഭാവങ്ങൾക്കും ഇരിപ്പിടമായിരുന്ന ആ ധുന്ധുകാരി
വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ ആ ദുഷ്ടതയും അതിനനുസരിച്ച് വളർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ വേശ്യകളുമായിട്ടുള്ള ദുഷ്ടസംസർഗം കൊണ്ട് അച്ഛൻ സമ്പാദിച്ചു വെച്ചിരുന്ന എല്ലാ സമ്പത്തുകളും നശിപ്പിച്ചു. അതിനുശേഷം അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൃഹത്തിലുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ മാത്രമായിരുന്നു അവശേഷിച്ചത്. ആ പാത്രങ്ങളും അച്ഛനമ്മമാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ട് എടുത്തുകൊണ്ടുപോയി വേശ്യകൾക്ക് കൊടുത്തു. നോക്കൂ, ഇനി ഇതിൽ പരം എന്താണ് ആ അച്ഛനമ്മമാർക്ക് ഒരു സങ്കടമുണ്ടാകുവാനായിട്ട്? സ്വന്തം കൺമുൻപിൽ ജന്മം കൊടുത്ത ഒരു പുത്രൻ ഇതുപോലെ ദുർസ്വഭാവത്തിലൂടെ അധപ്പതിച്ചു പോകുന്ന കാണേണ്ടി വരുന്ന ആ മാതാപിതാക്കന്മാരുടെ വേദന അതിനി നമുക്ക് അടുത്ത ശ്ലോകത്തിലൊക്കെ കാണാം. നോക്കൂ, എത്രമാത്രം നമുക്കൊക്കെ സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മുടെ ലോകത്തിൽ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് പലയിടത്തും വാർത്തകളിൽ കാണാവുന്നതാണ്. എന്നിരുന്നാൽ പോലും ധുന്ധുകാരിയുടെ ഈ സ്വഭാവ വൈകൃതം നമ്മളെപ്പോലും വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തേന വേശ്യാകുസംഗേന പിത്ര്യം വിത്തം തു നാശിതം ഏകദാ പിതരൗതാഡ്യ പാത്രാണി സ്വയമാഹരത്. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തേന വേശ്യാപ്രസംഗേന, അവിടെ വേശ്യാകുസംഗേന രണ്ടും ശരിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അടുത്തത് പിത്ര്യം പൈത്ര്യം രണ്ടും കാണാറുണ്ട് ഗ്രന്ഥങ്ങളിൽ. അവിടെയും ഒരു പാഠഭേദം സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അടുത്ത സ്വയമാഹരത്, അത് സ്വയം ആഹരത ആണ്. അപ്പോൾ സ്വയമാഹരത അവിടെ ശ്രദ്ധിച്ച് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 71-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.